ഹായ് ഹലോ അസ്സാം വലൈക്കും. നട്ടി ബബിൾ കേക്കിൻ്റെ മേക്കിംഗ് വീഡിയോ കണ്ടാലോ? ഫസ്റ്റ് ലെയർ ആയിട്ടൊരു വാനില സ്പോഞ്ച് കേക്ക് വെച്ചിട്ടുണ്ട്. ഷുഗർ സിറപ്പ് വെച്ച് നന്നായിട്ട് വെറ്റ് ചെയ്ത് കൊടുത്തു. പക്ഷെ ക്രീം അപ്ലൈ ചെയ്ത് കൊടുത്തു. പിന്നെ മിൽക്ക് മെയ്ഡ് ഒഴിച്ച് ലെയർ ആയിട്ട് കൊടുത്തു. പിന്നെ അതിലേക്ക് ഡാർക്ക് ചോക്ലേറ്റും ബദാം ഒക്കെ ഇട്ട് കൊടുത്തു. പിന്നെ സെക്കൻഡ് ലെയർ വെച്ചു. ഇത് തന്നെ റിപ്പീറ്റ് ചെയ്തു. കേക്ക് ഓർഡർ ചെയ്തപ്പോഴേ അവർക്ക് കുറച്ച് ഡിമാൻഡുകളൊക്കെ ഉണ്ടായിരുന്നു. ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഒരു കളേഴ്സും വേണ്ട, കേക്കിന് ഓവർ ക്രീമും വേണ്ട, മധുരവും വേണ്ട, അങ്ങനെയുള്ള ഡിമാൻഡുകളെല്ലാം വെച്ചിട്ടാണ് നമ്മൾ ഈ കേക്ക് ചെയ്തെടുത്തത്. റെഫറൻസിന് വേണ്ടിയിട്ട് നട്ടി ബബിൾ കേക്കിൻ്റെ പിക്ക് ഇട്ട് കൊടുത്തപ്പോഴേ അവർക്ക് അത് തന്നെ മതിയെന്ന് പറഞ്ഞു. വളരെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ളൊരു കേക്കാണ് ഈ നട്ടി ബബിൾ. ഒരുപാട് നട്ട്സും ചോക്ലേറ്റ്സും ഒക്കെ ഉണ്ട്. പിന്നെ നമ്മൾ ഇതിലേക്ക് ഒരു കളേഴ്സും ആഡ് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ നല്ല റിച്ച് ആയിട്ടുള്ളൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു കേക്കാണിത്. കേക്ക് ഫിനിഷ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിലേക്ക് നട്ട്സ് വെച്ച് പിടിപ്പിക്കുന്ന ഒരു പ്രത്യേക ജോലി തന്നെയാണ്. ഇത് കയ്യിലേക്ക് പിടിച്ച് വളരെ കെയർഫുൾ ആയിട്ട് വേണം ഈ ഒരു ജോലി ചെയ്യാനായിട്ട്. ഇതൊന്ന് നീറ്റ് ആക്കാനായിട്ട് ഞാൻ ഈ സ്ക്രാപ്പർ ഉപയോഗിച്ച് നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരു ലിഡ് സെൻറ്ററിലേക്ക് വെച്ച് കൊടുത്തു. അവിടെ പേരെഴുതാനായിട്ടാണ് അങ്ങനെ ചെയ്തത്. ഒരു പൈപ്പിംഗ് ബാഗിലേക്ക് ഡാർക്ക് ചോക്ലേറ്റ് ആണ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ശരിക്കും വൈറ്റ് ചോക്ലേറ്റ് ആണ് ചേർക്കേണ്ടത്. എൻ്റെ കയ്യിൽ അതില്ലാത്തത് കൊണ്ടാണ് ഞാൻ ഡാർക്ക് ചോക്ലേറ്റ് ചെയ്തത്. അതിലായിട്ടൊരു ബൂസ്റ്റിൻ്റെ കോട്ടിങ് കൂടെ കൊടുത്തു. വീണ്ടും അതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഡാർക്ക് ചോക്ലേറ്റും കൂടെ സ്ക്യൂസ് ചെയ്ത് കൊടുത്തു. ചോക്ലേറ്റ് ഗനാഷ് വെച്ച് പേരെഴുതി കൊടുത്തു. അപ്പോൾ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക്